question. The joint PMF of xy is given by f of xy equal to c into 2x plus 3y. X equal to 0, 1, 2 and y equal to 1, 2, 3. That is 3 values. X equal to y 1, 2, 3. Y equal to 1, 2, 3. X 0, 1, 2 and y equal to 1, 2, 3. First question, find C. Second one, marginal distribution of marginal PMF of x, marginal PMF of y. And last question, are x and y independent? X and y independent. അപ്പോൾ ഇങ്ങനെ ഒരു ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ ജോയിന്റ് പി ഡി എഫിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ഞാൻ ആദ്യമേ പറഞ്ഞു എഫ് ഓഫ് എക്സ് വൈ കിട്ടിക്കഴിഞ്ഞാൽ ടേബിളാർ ഫോമിലാണ് നമുക്ക് കാൽക്കുലേഷൻ കുറച്ചും കൂടി അല്ലെങ്കിലും ചെയ്യാം, പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഈസിയായി ചെയ്യാൻ പറ്റുന്നത് ഈ വാല്യൂനെ ഈ പി എം എഫിനെ ഒരു ടേബിളാർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തതാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു കോളം, ഒരു റോ കോളം ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ എക്സ്, ഇവിടെ വൈ. ഇപ്പോൾ ഇവിടെ എഴുതേണ്ടത് എക്സിൻ്റെ വാല്യൂസ്. എക്സ് ഏതൊക്കെയാ? 0, 1, 2. അപ്പോൾ എക്സ് 0, എക്സ് 1, എക്സ് 2 ഇത്രയും പോസിബിലിറ്റീസ് ആണല്ലേ. ഇനി വൈഡത് 1, 2, 3. ഇനി എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂ സി ഇൻറ്റു 2x പ്ലസ് 3y ആണ്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് വാല്യൂസ് എഴുതാം. ഇവിടെ വരുന്ന വാല്യൂ എന്താ? എഫ് ഓഫ് 0, 1. എഫ് ഓഫ് 0, 1 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് വൈ ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 1 വന്നാൽ 3c വരും അല്ലേ. സെക്കൻഡ് ഇവിടെ വരുന്നതോ എഫ് ഓഫ് എക്സ് 1 ആണ്, വൈ 1 ആണ്. നിങ്ങളിങ്ങനെ ഓരോന്ന് എഴുതുന്നില്ല. എഫ് ഓഫ് 1, 1 ഡയറക്റ്റ് വാല്യൂ എഴുതിയാൽ കുഴപ്പമില്ല. എഫ് ഓഫ് 1, 1 എക്സും 1 വൈയും 1. അപ്പം എന്ത് വരും? 2 പ്ലസ് 3 5c വരും. ഇനി ഇവിടെ വരുന്നത് എഫ് ഓഫ് 2, 1 അതായത് എഫ് ഓഫ് എക്സ് വൈ സി ഇൻറ്റു 2x പ്ലസ് 3y ആണ്. അപ്പോൾ എഫ് ഓഫ് 1, 1 എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എക്സിന് പകരം 1 കൊടുക്കുക, വൈക്ക് 1 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 1 2 പ്ലസ് 3 ഇൻറ്റു 1 3 2 പ്ലസ് 3 5 ഇൻറ്റു സി. ഇനി എഫ് ഓഫ് 2, 1 എന്ത് വരും? 2 ഇൻറ്റു 2 4 പ്ലസ് 3 7 വരും. 7c. അങ്ങനെ ഓരോന്നും ചെയ്താൽ നോക്കാം നമുക്ക്. ഇവിടെ എന്ത് വരും? എഫ് ഓഫ് 0, 2 6c വരും. നിങ്ങൾക്ക് നോക്കാം. ഇവിടെ വരിക എഫ് ഓഫ് 1, 2 എക്സ് 1, 2. അപ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 2 6 പ്ലസ് 2 8c വരും. ഇനി ഇവിടെ എന്ത് വരും? 2, 2. അപ്പോൾ 2 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 2 6 പ്ലസ് 4 10 വരും. 10c. ഇവിടെ എഫ് ഓഫ് 0, 3 ദാറ്റ് ഈസ് 2 ഇൻറ്റു 0 പ്ലസ് 3 ഇൻറ്റു 3 അപ്പോൾ 9c. ഇവിടെ എഫ് ഓഫ് 1, 3 2 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 3 9 പ്ലസ് 2 11 വരും. 11c. ഇവിടെ വരുന്നത് എഫ് ഓഫ് 2, 3 ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 4 പ്ലസ് 3 ഇൻറ്റു 3 9 9 പ്ലസ് 4 13c. ഇത്രയാണ് ഈ ഇവിടെ ഇത്രയും തന്ന ഡാറ്റയെ ഞാൻ ജസ്റ്റ് ഒരു ടേബിളാർ ഫോമിലാക്കിയപ്പോൾ ഈ ഫോമിലാണ് വന്നത്. ഇനി എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? Find the value of c. How to find the value of c? Since f of xy is a PDF, since f of xy is joint PMF ആണ്. Therefore, summation over x, summation over y, f of xy equal to 1. That means എല്ലാ എക്സും എല്ലാ വൈയും സമ്മേഷൻ എടുത്ത് നമ്മൾ എന്ത് കിട്ടും? 1 കിട്ടും. അവിടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താ? ഇതിന്റെ മൊത്തം ഈ ഓരോ വാല്യൂ മൊത്തം വാല്യൂസ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 1 കിട്ടും. ഇവിടെ ഫസ്റ്റ് വാല്യൂ ദാറ്റ് ഈസ് അതായത് എക്സിന്റെ കംപ്ലീറ്റ് വാല്യൂസ് എടുക്കുന്നത്. അപ്പോൾ ഇതാ എക്സിന്റെ വാല്യൂ 0 വരുമ്പോൾ വൈക്ക് 1 ആവാം 2 ആവാം 3 ആവാം. എഫ് ഓഫ് 0, 0 പ്ലസ് എഫ് ഓഫ് 0, 0 ഇല്ല. എഫ് ഓഫ് 0, 1 പ്ലസ് എഫ് ഓഫ് 0, 2 പ്ലസ് എഫ് ഓഫ് 0, 3 പ്ലസ് എഫ് ഓഫ് 1, 1 പ്ലസ് എഫ് ഓഫ് 1, 2 പ്ലസ് എഫ് ഓഫ് 1, 3 പ്ലസ് എഫ് ഓഫ് 2, 1 പ്ലസ് എഫ് ഓഫ് 2, 2 പ്ലസ് എഫ് ഓഫ് 2, 3 ഈക്വൽ ടു 1. അതങ്ങനെ നീട്ട് വിളിച്ചതല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്താൽ ഇവിടെ എന്ത് വരും?
First 3c plus 6c plus 9c plus 5c plus 8c plus 11c plus 7c plus 10c plus 13c is equal to 1 വരും. അതാണ് വരുന്നത്. അപ്പോൾ എല്ലാം ആഡ് ചെയ്ത് എന്ത് വരും? 18, 23, 72c is equal to 1. Therefore, c equal to 1 by 72. അപ്പോൾ നമുക്ക് സിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. സിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടേബിളിനെ മാറ്റി എഴുതുക. ടേബിളിനെ മാറ്റി എഴുതുക മീൻസ് സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം എഴുതുക. നമ്മൾ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ സിയുടെ വാല്യൂ മാറ്റി എഴുതാൻ എന്ത് വരും? സി ഈക്വൽ ടു 1 by 72 എന്നല്ലേ കിട്ടുക. അപ്പോൾ എക്സും വൈയും 1, 2, 3. അപ്പോൾ 3c 3 by 72, 6 by 72. 6c എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യാൻ നിൽക്കണ്ട, കാരണം നമുക്ക് എല്ലാം ഡിനോമിനേറ്റർ സെയിം ആയി കിടക്കുന്നതാണ് കാൽക്കുലേഷൻ ഈസി. അപ്പോൾ 8c 8 by 8 1 by 72. അപ്പോൾ 8 by 72, 11 by 72, 7 by 72, 10 by 72, 13 by 72. അത് സിംപ്ലിഫിക്കേഷൻ പറ്റുമെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. കാരണം അതാണ് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഈസി. നിങ്ങൾ ഓരോന്നും സിംപ്ലിഫൈ ചെയ്താൽ ഇപ്പോൾ ഡിനോമിനേറ്റർ ചേഞ്ച് ചെയ്യും. ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആയി എന്ത് ചെയ്താൽ ജസ്റ്റ് ന്യൂമറേറ്റർ ആഡ് ചെയ്ത് പോയാൽ മതിയല്ലോ. ഇതൊക്കെ ഇനി പറയുന്നത് എന്താ? മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് കാണാനാണ്. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഈസ് fx of x equal to summation over by f of xy. അപ്പോൾ എത്ര പോയിന്റ്സിൽ ഈ വാല്യൂസ് ഉണ്ടാവും? പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് fx of 0 ഉണ്ടാവും. എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയുണ്ട്? 0, 1, 2 ഉണ്ട്. fx of 1 ഉണ്ട്. fx of 2 ഉണ്ട്. fx of 0 എന്ന് പറഞ്ഞാൽ എന്താ? സമ്മേഷൻ ഓവർ y, ദാറ്റ് ഈസ് y ഫ്രം, ഞാൻ ഇത് ഫസ്റ്റ് വൺ പറയാം. y from summation over y എന്ന് പറഞ്ഞാൽ y takes all the value, that is y from 1 to 3 f of xy. അപ്പോൾ ഏതൊക്കെ വരും? എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് fx of 0. fx of 0 means x is 0, y 1 to 3 ആവാം. അപ്പോൾ x 0 ആവാം, y 1 ആവാം, പ്ലസ് x 0 ആവാം, y 2 ആവാം, x 0 ആവാം, y 3 ആവാം. 3 പോസിബിലിറ്റീസ് ആയില്ല. അപ്പോൾ f of 0 1 എന്ന് പറഞ്ഞാൽ ഏതാ? f of 0 1 ഇതാണല്ലോ, 3 by 72. 3 by 72 പ്ലസ് f of 0 2 എന്ന് പറഞ്ഞാലോ 6 by 72. f of 0 3 എന്ന് പറഞ്ഞാലോ 9 by 72. അപ്പോൾ fx of 0 കാണാൻ നമ്മൾ എന്താ ചെയ്തേ? fx ഇതാണ് x, ഇതാണ് ഇതിന് fx of 0 ആണ്, നമ്മൾ ഇത് മൊത്തം ആഡ് ചെയ്തു. ഇനി fx of 1 കാണാൻ നമ്മൾക്ക് ഇത് ആഡ് ചെയ്താൽ മതി. നിങ്ങൾ എഴുതി നോക്കിക്കോളൂ. fx of 2 കാണാൻ ഇത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കാണാൻ നിങ്ങൾ ഒരു എക്സ്ട്രാ കോളം ഇവിടെ ആഡ് ചെയ്യുക. അതെന്താ? എക്സിന് പാരലൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താം? fx of x എഴുതാം. എന്നിട്ട് വാല്യൂസ് ജസ്റ്റ് ആഡ് ചെയ്ത് എഴുതുക. 3 by 72 പ്ലസ് 6 by 72 പ്ലസ് 9 by 72 എന്ന് വരും. 9 plus 9 18 by 72 ഇവിടെ വരും അല്ലേ. അടുത്തത് 24 by 72, 70, 10, 20, 30 by 72. ഇതാണ് fx of x ന്റെ വാല്യൂസ്. 18 by 72 is fx of 0, 24 by 72 is fx of 1 and fx of 2 is 30 by 72. ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ആയതുകൊണ്ട് എഴുതി തന്നതാണ്. നിങ്ങൾ ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് എന്ത് ചെയ്താം? നിങ്ങൾക്ക് വാല്യൂസ് എഴുതാം. ഇനി അതേപോലെ fy കാണാൻ എന്താ? fyയുടെ കോളം ഇവിടെ ഒരു റോ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? കോളം വൈസ് സം ചെയ്യുക. ഫസ്റ്റ് കോളത്തിന്റെ സമ്മാണ് ഇവിടെ വരുന്നത്. fy of 1 വരും. ഇത് ആഡ് ചെയ്താൽ 15 by 72. ഇവിടെ
24/72, 33/72. ഓർക്കേണ്ട കാര്യം കംപ്ലീറ്റ് fy of y ആഡ് ചെയ്താൽ 1 കിട്ടും, fx of x ആഡ് ചെയ്താലും 1 കിട്ടും. ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഞാൻ ഇതിൽ തന്നെ എഴുതി വെച്ചു. ഇനി നമുക്ക് ഇതിന് വേണേ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഒരു ടേബിൾ ആയിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സില് 2 വാല്യൂസ് ഉണ്ട്. ഒരെണ്ണം എക്സിന്റെ വാല്യൂ, ഒരെണ്ണം എഫ് എക്സ് ഓഫ് എക്സിന്റെ വാല്യൂ. എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയാ? 0, 1, 2. എക്സ് 0 ആകുമ്പോ എഫ് എക്സ് ഓഫ് 0 ഇതെന്താ? 18/72. എഫ് എക്സ് ഓഫ് 1 24/72. അടുത്തത് 30/72. ഇതാണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്. ഇനി മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ അതെന്ത് വരും? വൈയുടെ വാല്യൂ ഇത് വരും. ഇനി 1, 2, 3 3 വാല്യൂസ് ആണ് വൈക്ക് വരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് fy of y. fy of y എന്തൊക്കെയാ വരുന്നത്? 15/72, 24/72, 33/72. ഒന്ന് ശ്രദ്ധിച്ചെഴുതിയാൽ മതി വാല്യൂസ്. അപ്പോൾ ഒന്നുകൂടി പറയാം. തന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്ത് ചെയ്തു? നമ്മള് അതിനെ ഒരു ടേബിളാർ ഫോമിലായിട്ട് റെപ്രസെന്റ് ചെയ്തു. ആ ടേബിളാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സിയുടെ വാല്യൂ കിട്ടി. അല്ലാതെ നമുക്ക് സിയുടെ വാല്യൂ കാണാം. പക്ഷെ ഇതാവുമ്പോൾ കുറച്ചുകൂടി, അതായത് വാല്യൂ ചെയ്യുന്നവർക്ക് നിങ്ങൾക്കും കുറച്ച് ഈസിനെസ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ വാല്യൂ നീട്ടി വിളിച്ച് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വാല്യൂസ് ഐഡന്റിഫൈ ചെയ്യാം. എഫ് ഓഫ് 0, 1 ഏതാ, അല്ലെങ്കിൽ ഓരോ ടൈമിലും എന്ത് വേണം? ആ 0, 1 അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ടേബിൾ ആക്കി വെച്ചാൽ കുഴപ്പമില്ല. എന്നിട്ട് ആ സിയുടെ വാല്യൂ കിട്ടിയതിന് ശേഷം വീണ്ടും ടേബിള് മാറ്റി എഴുതുക ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് സി വിച്ച് ഈസ് 1/72. അത് ചെയ്തതിന് ശേഷം മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് കാണണം. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് കാണാൻ നിങ്ങൾ ചെയ്യുന്നത് ഇക്വേഷൻ, അതായത് സമ്മേഷൻ ഓവർ വൈ എഫ് ഓഫ് എക്സ് വൈ ആണ് എന്ത്? മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. അത് ഓരോന്ന് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു എക്സ്ട്രാ കോളം ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു? അതിലൊരു സെപ്പറേറ്റ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതുന്നു. എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിവിടെ തന്നെ എഴുതിയാൽ തന്നെ കറക്റ്റ് തന്നെയാണ്. ഇനി അതേപോലെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈയും എഴുതുന്നു. അത്ര മാത്രമേ ഉള്ളൂ ഈ പ്രോബ്ലത്തിൽ നോക്കാൻ വേണ്ടി.